നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചല്ലോ. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും നമ്മൾ അതിൻ്റെ സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. PSC നടത്തുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ എല്ലാ തസ്തികകൾക്കും തന്നെ ഇന്ത്യൻ ഭരണഘടന സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭരണഘടന മുഴുവനായിട്ട് പഠിക്കേണ്ടതില്ല. അതിൽ തന്നെ എന്തെല്ലാം പഠിക്കണമെന്ന് PSC നിർദ്ദേശിച്ചിട്ടുണ്ട്. 8 മാർക്കിന് ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള ഭരണഘടനയുടെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇത്രമാത്രമാണ് സിലബസിൽ PSC ഭരണഘടനയുടെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഒരു സഹായകരമാവുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി നോക്കാം. എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുദ്ദേശിക്കുന്നത്? ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുവാൻ വേണ്ടി, ഒരു ഭരണഘടന രചിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടൊരു സമിതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത്. ഇനി ആരാണ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്? അത് 1934 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും, അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്രീ MN റോയാണ് ആദ്യമായിട്ട് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ പല സമ്മേളനങ്ങളിലും ഈ ആവശ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായി. 1936 ശ്രീ ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന വേണമെന്നും ആ ഭരണഘടന നിർമ്മിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയാണെന്നും പ്രസ്താവിക്കുകയുണ്ടായി. അതിനുശേഷം 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഈ ആവശ്യം അംഗീകരിച്ചു. അതിനുശേഷം വർഷങ്ങളോളം കാര്യമായിട്ടൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കെ 1945 ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ശ്രീ ക്ലെമന്റ് ആറ്റ്ലി അവിടുത്തെ പ്രധാനമന്ത്രിയെ ചുമതലയേൽക്കുകയും ചെയ്തു. ആറ്റ്ലി ഗവൺമെൻറ് ഇന്ത്യയുടെ ഈ നിർദ്ദേശത്തോട് അനുഭാവപൂർണമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹം തൻ്റെ മന്ത്രിസഭയിലെ 3 ക്യാബിനറ്റ് മന്ത്രിമാർ, ശ്രീ പെത്തിക് ലോറൻസ്, ശ്രീ സ്റ്റാഫോർഡ് ക്രിപ്സ്, ശ്രീ AV അലക്സാണ്ടർ എന്നീ 3 ക്യാബിനറ്റ് മന്ത്രിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. അവർ 1946 മാർച്ച് 24 ഇന്ത്യയിലെത്തി. ഇന്ത്യക്ക് വേണ്ടി പല നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ളത്. 1946 മെയ് 17 ഈ നിർദ്ദേശങ്ങളെല്ലാം അവർ മുന്നോട്ട് വെച്ചത്. ഇതാണ് പിന്നീട് നമ്മൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ഇതിലെ അംഗങ്ങളെ തീരുമാനിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. അന്നത്തെ കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ളൊരു ഗവൺമെൻറ് സ്ട്രക്ചർ ആയിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ പല ബ്രിട്ടീഷ് പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ, അതായത് ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ നിയമസഭകളും അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും നിലനിന്നിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ
ഈ നിയമനിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടന്നു. ബ്രിട്ടീഷ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നിന്നും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴി, അതായത് 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന നിലയിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം പ്രകാരമാണ് ആളുകളെ, അതായത് ഈ നിയമനിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അങ്ങനെ 292 പേരെയാണ് തിരഞ്ഞെടുത്തത്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 പേരും 4 പേരെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും തിരഞ്ഞെടുത്തു. അത് ഏതൊക്കെയാണെന്ന്, ഈ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡൽഹി, അജ്മീർ, മീററ്റ്, ബലൂചിസ്ഥാൻ ആൻഡ് കൂർഗ്. ഇത് 4മാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകൾ. അങ്ങനെ മൊത്തം അംഗസംഖ്യ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗസംഖ്യ 389 അങ്ങനെ 1946 ഡിസംബർ 6 ഈ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു. ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9 ചേരുന്നത്. അത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ആദ്യ യോഗം ചേർന്നത്. അതായത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാൾ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് പറയുന്നത്. ഈ 2023 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നിയമസഭയല്ല, അതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിയമസഭയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് അറിയപ്പെടുന്നത്. അത് രാവിലെ 11 മണിക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേരുന്നത്. ഡിസംബർ 9, 1946 രാവിലെ 11 മണിക്ക്. അങ്ങനെ ഏതൊരു യോഗത്തിലും ആദ്യം അവിടുത്തെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഒരാളുണ്ടാകുമല്ലോ. അങ്ങനെ അഭിസംബോധന ചെയ്ത് ആദ്യമായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആചാര്യ JB കൃപലാനി. അതിനുശേഷം അവിടുത്തെ അംഗങ്ങളിൽ നിന്നും ഏറ്റവും മുതിർന്ന അംഗമായ ശ്രീ സച്ചിദാനന്ദ സിൻഹയെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനാക്കുകയും ശ്രീ ഫ്രാങ്ക് ആൻ്റണിയെ ഉപാധ്യക്ഷനാക്കിയും തിരഞ്ഞെടുത്തു. അങ്ങനെ അന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം 1946 ഡിസംബർ 11 വീണ്ടും യോഗം ചേർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഈ നിയമനിർമ്മാണ സഭയുടെ പെർമനൻറ്റ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു, അതായത് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. അതിനുശേഷം HC മുഖർജിയെ വൈസ് പ്രസിഡൻ്റായിട്ടും അതോടൊപ്പം തന്നെ VT കൃഷ്ണമാചാരിയെ പിന്നീട് 1948 വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് അതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് ഈ ആദ്യ യോഗം ചേർന്നപ്പോൾ 207 പേരാണ് അതിൽ പങ്കെടുത്തത്. അതിൽ 9 വനിതകളും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം 1946 ഡിസംബർ 13 ശ്രീ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം എന്താവണമെന്ന് പറയുന്ന ഒരു പ്രമേയമായിരുന്നു ഈ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. പിന്നീട് അതിന്മേൽ ചർച്ച നടക്കുകയും 1947 ജനുവരി 22 ഇത് പാസ്സാവുകയും ചെയ്തു. ശ്രീ BN റാവുവിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായിട്ടും തിരഞ്ഞെടുത്തു. 1948 ജൂലൈ 22 ഇന്ത്യൻ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ 1947 ഓഗസ്റ്റ് 29 ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സായിദുള്ള, BL മിത്തർ, DP കേത്താൻ. ഇതായിരുന്നു 7 അംഗങ്ങൾ. അതിൽ നിന്നും ശ്രീ BR അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു. അതിൽ BL മിത്തർ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയും അതിന് പകരമായി ശ്രീ മാധവ് റാവുവിനെ അംഗമായി ചേർക്കുകയും ചെയ്തു. വീണ്ടും 1948 DP കേത്താൻ മരണപ്പെടുകയും
ആ സ്ഥാനത്തേക്ക് VT കൃഷ്ണമാചാര്യയെ അംഗമാക്കുകയും ചെയ്തു. ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവരുടെ വർക്ക് തുടങ്ങിയിട്ട് 8 മാസത്തിനുള്ളിൽ, അതായത് 1948 ഫെബ്രുവരി 21 ആദ്യത്തെ ഡ്രാഫ്റ്റ് സമർപ്പിച്ചു. ഈ ഡ്രാഫ്റ്റിൻ്റെ കോപ്പി എടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുവാനായിട്ട് സമയം അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 1948 ഒക്ടോബർ 26 രണ്ടാമത്തെ ഡ്രാഫ്റ്റ് സമർപ്പിച്ചു. അതിലും കറക്ഷൻസ് എല്ലാം വരുത്തിയതിന് ശേഷം 1948 നവംബർ 4 ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. 1948 നവംബർ 4 ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചു. ഇതിൽ ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ചർച്ച നടത്തുകയും ഈ ചർച്ച ഒക്ടോബർ 17 1949 വരെ നീണ്ടു. അതിനുശേഷം എല്ലാ മാറ്റങ്ങളും വരുത്തിയതിന് ശേഷം 1949 നവംബർ 3 ഇത് പ്രസിഡന്റിന് സമർപ്പിച്ചു. നിയമനിർമ്മാണ സഭയിൽ 1949 നവംബർ 14 ഇത് അവതരിപ്പിച്ചത്. നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് നിയമനിർമ്മാണ സഭ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ഭേദഗതികളോടും കൂടി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നവംബർ 26 1949 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ഭാഗങ്ങൾ നിലവിൽ വന്നു. അത് സിറ്റിസൺഷിപ്പ്, ഇലക്ഷൻ, പ്രൊവിഷണൽ ഗവൺമെൻറ് എന്നുള്ളതിനെല്ലാം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്ന് തന്നെ നിലവിൽ വന്നു. അതിനുശേഷം നമ്മൾ രാജ്യത്തിന് വേണ്ടി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് 1950 ജാനുവരി 26 ആ ഡേറ്റ് സ്വീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ശ്രീ ജവഹർലാൽ നെഹ്റു അടുത്ത വർഷം, അതായത് 1930 ജനുവരി 26 ഇന്ത്യ പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആചരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ജനുവരി 26 മാറ്റിയത്. അങ്ങനെ ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുകയാണ് ഉണ്ടായത്. നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത്. 2015 മുതൽ ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ഈ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി എടുത്ത സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം 3 വർഷത്തിനടുത്താണ്. എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2 വർഷം 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. അതിൽ 165 ദിവസമാണ് ഇവർ സിറ്റിംഗ് നടത്തിയത്. അതിൽ 114 ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അംഗീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും 22 പാർട്സുമാണ് ഉണ്ടായിരുന്നത്. ആകെ 11 സെഷനാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചേർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ സെഷൻ എന്ന് പറയുന്നത് 1950 ജനുവരി 24 അതിനുശേഷം 1950 ജനുവരി 24 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും സൈൻ ചെയ്യുകയും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ലാസ്റ്റ് സമ്മേളനം ജനുവരി 24 നടക്കുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ എംബ്ലമായിട്ട് തിരഞ്ഞെടുത്തത് ആനയായിരുന്നു. അതായത് ഈ വലിയ ബൾക്കി കോൺസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആനയെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ നാഷണൽ സോങ്ങും അതുപോലെ തന്നെ നാഷണൽ ആന്തവും അഡോപ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അത് 24 ജനുവരി 1950 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ നാഷണൽ സോങ്ങും അതുപോലെ തന്നെ നാഷണൽ ആന്തവും അഡോപ്റ്റ് ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ ചെലവിട്ട തുകയെന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ്. ഇനി ഇത്രയും നേരം നമ്മൾ കേട്ട ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സ്വന്തമായ ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന് ആദ്യമായി ഉന്നയിച്ചത് ശ്രീ MN റോയാണ് 1934. അതിനുശേഷം 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും
1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇന്ത്യയിൽ വരികയും ചെയ്തു. അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള ഇലക്ഷൻ 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുകയും അവിടെ അതിൽ നിന്ന് 389 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതായത് ബ്രിട്ടീഷ് പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് 292 പേരെയും 4 പേരെ ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർ പ്രൊവിൻസസിൽ നിന്നും 93 പേരെ പ്രൊവിൻഷ്യൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നും, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുമാണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം 1946 ഡിസംബർ 6 നിയമനിർമ്മാണ സമിതി നിലവിൽ വരികയും 1946 ഡിസംബർ 9 ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് ഡൽഹിയിൽ ചേരുകയും ഉണ്ടായി. അന്ന് 207 പേരാണ് പങ്കെടുത്തത്. അതിൽ 9 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിനുശേഷം യോഗത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചത് ആചാര്യ JB കൃപലാനിയാണ്. സച്ചിദാനന്ദ സിൻഹയെ പ്രസിഡന്റായിട്ടും അതുപോലെ തന്നെ ഫ്രാങ്ക് ആന്റണിയെ ഉപാധ്യക്ഷനായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 1948 ഡിസംബർ 11 ശ്രീ രാജേന്ദ്ര പ്രസാദിനെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായിട്ടും ശ്രീ HC മുഖർജിയെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. അതിനുശേഷം PT കൃഷ്ണമാചാര്യയെയും വൈസ് പ്രസിഡന്റായിട്ട് 1948 തെരഞ്ഞെടുത്തു. BN റാവുവിനെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസറാക്കി. അതിനുശേഷം ഡിസംബർ 13 ശ്രീ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയും അടുത്ത വർഷം ജാനുവരി 22 അതായത് 1947 ജാനുവരി 22 ഈ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. അതിനുശേഷം ചെറുതും വലുതുമായ പല കമ്മിറ്റികളും രൂപീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യയിലെ പാർട്ടീഷൻ ജൂൺ 3 മൗണ്ട് ബാറ്റൺ പ്ലാൻ അനുസരിച്ചിട്ട് ബൗണ്ടറികൾ നിശ്ചയിക്കുകയും അങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ട ചില മെമ്പേഴ്സ് പാകിസ്ഥാന്റെ കീഴിൽ വരികയും അവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സഭയിൽ അംഗമല്ലാതായി തീരുകയും ചെയ്തു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ 299 ആയി. അതിൽ 229 പേര് ബ്രിട്ടീഷ് പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് വന്നവരും ബാക്കി 70 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും അതായത് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും വന്നവരാണ്. ഈ നിയമനിർമ്മാണ സഭയിൽ ആകെ 15 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഓർത്തിരിക്കേണ്ട പേരുകൾ ശ്രീമതി അമ്മു സ്വാമിനാഥൻ, ശ്രീമതി ആനി ബസന്റ്, ശ്രീമതി ദാക്ഷായണി വേലായുധൻ ആൻഡ് ഹൻസരാജ് മിശ്ര. ഇതാണ് ഓർത്തിരിക്കേണ്ട വനിതകൾ എന്ന് പറയുന്നത്. അതിനുശേഷം 1947 ഓഗസ്റ്റ് 29 ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും 30-ാം തീയതി അവരുടെ ആദ്യത്തെ സിറ്റിംഗ് നടന്നു. ആ കമ്മിറ്റിയിലേക്ക് 7 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന്റെ ചെയർമാനായിട്ട് ശ്രീ BR അംബേദ്കർ ആയിരുന്നു. ഈ 7 പേരിൽ ഒരാൾ റിസൈൻ ചെയ്യുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. അതിന് പകരമായിട്ട് 2 പേരെ പുതിയതായിട്ട് ചേർത്തു. അങ്ങനെ 1949 നവംബർ 26 ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതായത് നിയമനിർമ്മാണ സഭ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജാനുവരി 26 ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 29ന്റെ സമ്മേളനത്തിൽ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അടുത്ത വർഷം അതായത് 1930 ജാനുവരി 26 ഇന്ത്യ ആഘോഷിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നെ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കോൺഗ്രസിൽ നിന്നും ഈ നിയമനിർമ്മാണ സഭയിൽ കോൺഗ്രസിൽ നിന്ന് 208 അംഗങ്ങളും മുസ്ലിം ലീഗിൽ നിന്ന് 73 അംഗങ്ങളും ബാക്കി 15 പേര് ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതിലൊരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. വെസ്റ്റ് ബംഗാളിലെ ശ്രീ സോമനാഥ് ലാഹിരിയാണ് ആ മെമ്പർ. അതിനുശേഷം ഇതൊക്കെയാണ് ഏകദേശം നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടുപിടിക്കാം.